പുതിയ സ്കൂൾ ടീച്ചറായി എത്തിയതായിരുന്നു അനുപ്രിയ. അതും പാലക്കാട് നിന്നും കണ്ണൂരിലെ ഒരു മലയോര മേഖലയിൽ. ഭർത്താവും മോനും പാലക്കാട് തന്നെയാണുള്ളത്. ഒറ്റയ്ക്ക് ഒരു വർഷം എന്തായാലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. പിന്നെ പാലക്കാട് ഒഴിവ് വരുമ്പോ അങ്ങോട്ട് ട്രാൻസ്ഫർ മേടിച്ചു പോകാലോ. അതൊക്കെയായിരുന്നു മനസ്സില്. അന്നേരവ പാതി ചെന്നടം പാതാളം എന്ന മട്ടില് ന്യൂ അഡ്മിഷൻ കുറയുന്നത്. മിനിമം ഒരു 10 കുട്ടികളെങ്കിലും സംഘടിപ്പിക്കണം. ഇല്ലേ തന്റെ പണി പോയി കിട്ടും. തനിവിടെ പുതിയതായതുകൊണ്ട് ആരെയും അറിയത്തില്ല. സ്റ്റാഫ് റൂമിൽ പിന്നെ തന്നെ കൂടാതെ 3 ടീച്ചർമാരുണ്ട്. അവരോട് തന്നെ ഹെൽപ്പ് ചോദിക്കാം. അല്ലേല് വേണ്ട, ഹെഡ്മാഷ് നല്ലൊരു മനുഷ്യനാണ്, അയാളോട് തന്നെ ചോദിക്കാം. അതാ നല്ലത്. സ്റ്റാഫ് റൂമിൽ നിന്ന് അനുപ്രിയ ഇറങ്ങി ഓഫീസ് നോക്കി നടന്നു. ഈ സമയം ജോസാറും ജയൻ സാറും അവളെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു. ഡാ ജയ, എന്നാ ഒരു പെണ്ണാടാ, വല്ലാത്തൊരു ലുക്കമല്ലേടാ. ഒന്ന് പോ സാറേ, അത് സാരി ഉടുത്തതുകൊണ്ട് തോന്നുന്നതാ. അതില് കൂടുതലും കാണും. ഇതുപോലെ ഒന്നിനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വേണം ഒരു ഭാഗ്യം. പിന്നെ നീ കൊറേ തൊലിക്കും. ഒന്ന് മിണ്ടാൻ കൂടി ആ പെണ്ണിന് പേടിയാ. അതിപ്പോ വന്നതല്ലേ ഉള്ളൂ, നമുക്ക് സെറ്റാക്കണം. ഈ നശിച്ച മഴയാണേലും നിക്കണില്ല, ഒരേ പെയ്ത്തുവാണല്ലോ. ഇങ്ങനെയാണേല് ഉരുളു പൊട്ടാൻ ചാൻസ് ഉണ്ട് അല്ലടാ? അതെ സാറേ. ഈ നേരം അനുപ്രിയ ഓഫീസിലെത്തിയിരുന്നു. ഹെഡ്മാഷ് പവിത്രൻ ചില ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഓഹോ, ആരിത്? അനുപ്രിയയോ? വാ, ഇവിടെ ഇരിക്ക്. ഒരു ചെയർ ചൂണ്ടി പവിത്രൻ പറഞ്ഞു. സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഇവിടെ ആർക്കും എന്നെ അറിയില്ല. കുട്ടികളെ കണ്ടെത്തുക വളരെ കഷ്ടാണ്. എങ്ങോട്ട് പോണെന്ന് പോലും എനിക്കറിയില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യോ സർ? വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ടാ സർ, അനുപ്രിയ സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ അനുപ്രിയ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ബട്ട് കുറച്ചു റിസ്ക് എടുക്കേണ്ടി വരും. ഇവിടെ അടുത്തൊരു ഫാമും ഫോറസ്റ്റും കൂടിയുള്ള ഒരു ഏരിയ ഉണ്ട്. അങ്ങോട്ടേക്ക് ഇവിടുന്നൊരു 15 കിലോമീറ്റർ ഉണ്ട്. ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അനുപ്രിയയ്ക്ക്. ഈ ജോബ് തന്റെ സ്വപ്നമാണ്. എന്തു വന്നാലും തനിക്ക് നേടണം. പിന്നെ പാലക്കാട് ട്രാൻസ്ഫർ വാങ്ങണം. സർ, ഞാൻ ഓക്കെയാണ്, ബട്ട് വഴിയൊന്നും അറിയില്ലല്ലോ എനിക്ക്. പിന്നെ എങ്ങനെയാ പോവുക? അതിന് ഞാൻ ഒരാളെ ഏർപ്പാടാക്കാം. പിന്നെ അനുപ്രിയ സ്കൂട്ടി ഓടിക്കുവോ? ഓടിക്കും സർ. എന്നാൽ എന്റെ സ്കൂട്ടി എടുത്തോളൂ. സൺഡേ ഒരു ഉച്ചയ്ക്ക് പോയാ മതി. എല്ലാരും കൂടിലുണ്ടാകും. അപ്പോ സൺഡേ ഒരു 1 മണിക്ക് വരാൻ ഞാൻ അവനോട് പറയാം. അവൻ കൊണ്ടുപോയി കാണിക്കും. ഓക്കെ, താങ്ക്സ് സർ. അതൊക്കെ പറയാനായിട്ടില്ല കുട്ടി. ഫസ്റ്റ് പിള്ളേരെ ചേർക്കാൻ പറ്റുമോന്ന് നോക്ക്. ഓക്കെ സർ, എന്നാ ഞാൻ വരട്ടെ. അവക്ക് കുറച്ച് ആശ്വാസമായി. ഇനി എന്തായാലും സൺഡേ ആകാൻ കാത്തിരിക്കാം. മഴ മാറിയാൽ മതിയായിരുന്നു. അവള് വിചാരിച്ച പോലെ സൺഡേ മഴ രാവിലെ ഒന്ന് ചാറിയതല്ലാതെ പിന്നെ പെയ്തില്ല. റെയിൻകോട്ട് എന്നാൽ ഇടിക്കേണ്ടതില്ല. അല്ലേലും അതിട്ട് വണ്ടി ഓടിക്കുമ്പോ ഒരു ചൂട. സാരി ഉടുക്കാം, എന്നാലേ ഒരു ടീച്ചർ ലുക്ക് കിട്ടുള്ളൂ. 12:30 ആയപ്പോ തന്നെ അനുപ്രിയ കുളിച്ചു. ഒരു നീലിയും വെള്ളയും ചേർന്ന ഷിഫോൺ സാരി എടുത്തിട്ടു. നന്നായി ഒരുങ്ങി. കുറച്ചു ഫുഡും കയ്യിൽ കരുതി തന്റെ സൈഡ് ബാഗിലിട്ട് റെഡിയായി നിന്നു. അവൻ വരുന്നത് കാത്ത് അവൾ നിപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോ പവിത്രൻ സാർ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ താഴെ റോഡ് സൈഡിലുണ്ട്. സ്കൂട്ടി എടുത്തു ചെന്ന് അവനെയും പിക്ക് ചെയ്തു പോവാൻ പറഞ്ഞു. ഒരു ഓൾ ദ ബെസ്റ്റ് പറയാനും അയാൾ മടിച്ചില്ല. എന്തായാലും വരുന്നത് വരട്ടെ. അവള് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു. റോഡ് നോക്കി വിട്ടു. അവിടെ ഒരു യുവാവ് അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കറുകറുത്ത ഒരു രൂപമാണേലും അവളെ ഞെട്ടിച്ചു. ഒരു 24 വയസ്സ് കാണും. ചുരുണ്ട മുടിയും ഒത്ത ശരീരവും. പവിത്രൻ സാർന്നു അനുപ്രിയ പറഞ്ഞേ ഉള്ളൂ. അതേ മാഡം എന്ന് പറഞ്ഞവൻ ചാടി വണ്ടിയിൽ കയറി. എന്താ പേര്? അനുപ്രിയ ചോദിച്ചു. ബാലു മാഡം, അവൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. അയ്യോ, എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, ചേച്ചിന്ന് വിളിച്ചാ മതി കേട്ടോ. ബാലൊന്നും വിളിക്കണ്ട, ചേച്ചിന്ന് വിളിച്ചാ മതി കേട്ടോ. ബാലുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവിടെ എല്ലാരും ഉണ്ട് ചേച്ചി. ഞാന്, അപ്പൻ, അമ്മ, ചേട്ടൻ. ഇതിലേ അല്ലേ ബാലു പോവേണ്ടത്? അല്ല ചേച്ചി, ആ ആനകാടെന്ന ബോർഡ് വെച്ചേക്കുന്നത് കണ്ടോ? ആ റോഡിലൂടെ പോ.